കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ എറണാകുളത്ത് നിന്ന് ട്രെയിനിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഒരാൾ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. ഡെയിൽ കാർണജിയുടെ ഒരു ബുക്കാണ്. ഡെയിൽ കാർണജിയുടെ കുറേ ക്ലാസിക്സ് ഉണ്ട്. ഞാൻ ഹൈലി റെക്കമെൻഡ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്, ഇങ്ങനെയുള്ള ബുക്സൊക്കെ ഹൈലി റെക്കമെൻഡഡ് ആണ് വായിക്കുക സമയം കിട്ടുകയാണെങ്കിൽ. അപ്പം പുള്ളി ഡെയിൽ കാർണജിയുടെ ഒരു ബുക്ക് വായിക്കുവാണ്. ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടാൻ കാര്യം. പുള്ളി അത് പരിചയപ്പെടാൻ ഇതൊക്കെ വായിക്കുന്നു, മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുന്നത് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ പുള്ളിയെ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു ബുക്ക് എങ്ങനെയുണ്ട്. പുള്ളി പറഞ്ഞു, മനു ഇത് സിമ്പിൾ ബുക്കാണ്, സിമ്പിൾ കോമൺ സെൻസ് കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ നമ്മളിത് ചെയ്യില്ല. ഇദ്ദേഹം ഒരു ഇന്ത്യൻ സിവിൽ സർവീസ് ഓഫീസറാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഹെഡാണ്, കേരളത്തിലെ തന്നെ ടോപ്പ് ആൾക്കാരിൽ ഒരാളാണ്. അപ്പം അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സിവിൽ സർവീസിലൊക്കെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ അത്രയും കഴിവുള്ള ആൾക്കാർക്കല്ലേ കിട്ടുള്ളൂ, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അത് കഴിഞ്ഞ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ. പുള്ളി മിക്കവാറും 50 വയസ്സിന് മുകളിലുണ്ട് പുള്ളി. അങ്ങനെയുള്ളൊരു ആളാണ് പറയുന്നത്. നമ്മളിത് കോമൺ കാര്യങ്ങൾ നമുക്കിത് അറിയാം. വി നോ ഓൾ ദീസ് തിങ്സ് ബട്ട് വി ഡോണ്ട് ഡു ഇറ്റ്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ അതെന്താ അങ്ങനെ, സാറിന് എന്ത് തോന്നുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിത് ചെയ്യാറുണ്ട്, ഇങ്ങനെ ട്രെയിൻ ചെയ്യാറുണ്ട്, സാറിന് എന്ത് തോന്നുന്നു. പുള്ളി പറഞ്ഞു, എനിക്കറിയില്ല. ഈയിടെ ഞാൻ ഒരു ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്തത്, എൻ്റെ മെൻറ്ററിങ് ഗ്രൂപ്പിന് സജസ്റ്റ് ചെയ്തത് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ബുക്ക്. വേറെയും ബുക്സ് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 16-17 വയസ്സുള്ളപ്പോഴും ആദ്യമായിട്ടാണ് ഞാൻ ആ ബുക്ക് വായിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പലപ്പോഴായിട്ട് ആ ബുക്ക് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബുക്ക് വായിക്കുമ്പോഴെല്ലാം തന്നെ എന്തോ ഒരു ചേഞ്ച് എൻ്റെ ലൈഫിൽ, പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകാറുണ്ട്. അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അതെന്താ അങ്ങനെ. അപ്പോൾ എപ്പോഴും ചിലപ്പോൾ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ആ ബുക്ക് എടുത്ത് വായിക്കും. ഞാൻ ബൈബിളും അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കാറുണ്ട്, പക്ഷേ ഞാൻ ആ ബുക്ക് എടുത്ത് വായിക്കും. ആ ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ എനിക്കൊരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ആ ബുക്ക് വായിക്കുമ്പോൾ ആ ബുക്കിലെ കാര്യങ്ങൾ, ഇപ്പോൾ ആ ബുക്ക് എന്നുള്ളതല്ല, ഏത് മോട്ടിവേഷണൽ ബുക്കാണെങ്കിലും, ഏത് മോട്ടിവേഷണൽ ടോക്ക് കേൾക്കുമ്പോഴാണെങ്കിലും, സെമിനാർ അറ്റൻഡ് ചെയ്യുവാണെങ്കിലും, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കും, പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മൾ കിട്ടുമ്പോൾ, പ്രോഗ്രാംസ് കാണുമ്പോൾ എന്തോ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളുടെ കോൺഷ്യസ് അവെയർനെസ്സിൽ, ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ ആ കോൺഷ്യസ് അവെയർനെസ്സിൽ അത് നമ്മൾ അട്രാക്റ്റ് ചെയ്യുക, കൊണ്ടുവരിക. നമ്മൾ പെട്ടെന്ന് അതിനെപ്പറ്റി ചിന്തിക്കുക. പെട്ടെന്ന് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ മറന്നുപോയൊരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ചിന്തിക്കുക, ചെയ്യുമ്പോഴെന്താ പറ്റുന്നത്, നമ്മുടെ റിസൾട്ട്സ് മാറും അല്ലേ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ കാണുമായിരിക്കും, കേൾക്കുമായിരിക്കും, വായിക്കുമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിനെപ്പറ്റി അവെയർ ആകും. നമ്മൾ പെട്ടെന്ന് നമ്മളൊരു സാധനം മേടിക്കാൻ പോയി പെട്ടെന്ന് മറന്നിട്ട് ഓർത്തിട്ട് മേടിക്കുന്ന കാര്യം പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് വരേണ്ട കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ഇത് കാരണം ഓർക്കുക ചെയ്യും. അതുകൊണ്ട് നമ്മളത് ചെയ്യാൻ ശ്രമിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ബുക്സ് ആണെങ്കിലും, ഇപ്പം എന്നെ പോലുള്ളവരുടെ ടോക്ക് ആണെങ്കിലും ഒക്കെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അതാ, നമ്മൾ ചിലപ്പോൾ മറന്നു പോകുന്നൊരു കാര്യം ഓർമ്മയിൽ കൊണ്ടുവരും. പിന്നെ നമ്മുടെ ബ്രെയിൻ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. നമ്മൾ ഒരു കോൺഷ്യസ്ലി നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും അല്ല ഓർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു അൺകോൺഷ്യസ് മോഡിൽ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ലിമിറ്റഡ് കാര്യങ്ങൾ, മിനിമം കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മൈൻഡ് ഉപയോഗിക്കത്തുള്ളൂ. അതൊരു നാച്ചുറൽ ടെൻഡൻസി. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പുറമേന്ന് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് എൻകറേജ്ഡ് ആവും. നമ്മളൊരു കാര്യം പുതുതായിട്ട് ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമ്മൾ ഓർത്ത് അത് ചെയ്യും.